നമ്മൾക്ക് അല്ലാഹു തആല ദീന് തന്നു, ഈമാന് തന്നു. ഇത് കെട്ടിപ്പൊതിഞ്ഞ് നമ്മുടെ പള്ളി മെഹ്റാബിന്റെ മുമ്പിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മുടെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടി ഓടിക്കൂടിയ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു മുസ്ലിമായി കടന്നു കൊടുക്കുക എന്ന വളരെ ശ്രമകരമായ ഒരു ദൗത്യം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മളെടുക്കുന്ന പണികളിൽ ഏറ്റവും പ്രയാസകരമായ പണി നമ്മൾ ഒന്ന് ഈമാനോടെ മരിച്ചു പിരിയാൻ ആവശ്യമായ പണിയാണ്. ലോകത്ത് ഒട്ടുവളരെ മുസ്ലിമീങ്ങളുണ്ട്. 580 കോടി ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ബാക്കിയുണ്ടെങ്കിലും 220 കോടി ജനങ്ങൾ ലോകത്ത് മുസ്ലിമീങ്ങളാണ്. ഈ ഇസ്ലാമിന്റെ ആളുകൾക്ക് ഇസ്ലാമികമായ ചട്ടക്കൂടിൽ ജീവിക്കാനും ഈമാനോടെ ഇസ്ലാമോടെ തന്നെ തിരിച്ചു പോകാനും ആവശ്യമായ പണിപ്പുരയാണ് ഈ ബൈഅത്തിലൂടെ നാം സാധിച്ചെടുത്തിട്ടുള്ളത്. എന്താണ് ഖാദിക്ക് നിർദ്ദേശിക്കാനുള്ളത്? എന്താണ് പണ്ഡിതന്മാർക്ക് ഈ ഓഡിയൻസിനോട്, സമൂഹത്തോട്, മഹല്ല് നിവാസികളോട്, ഓടിക്കൂടിയ മുഅ്മിനീങ്ങളോട് ഉണർത്താനുള്ളത്? എൻ്റെ ശരീരത്തോട് എനിക്കുണർത്താനുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് കിട്ടിയ ഈമാനുമായി തിരിച്ചു പോകാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കണം എന്നതാണ്. ഏറ്റവും ലളിതമായി അല്ല, ഏറ്റവും പരിമിതമായി കമ്മിയായി ലോകത്ത് നടക്കുന്ന സംവിധാനം ഈമാനോടുകൂടി മരിക്കുക എന്ന സംഗതിയാണ്. ഇത് നാം നന്നായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ഈമാനോടുകൂടി മരിക്കുക? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുമ്പോഴാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോഴാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്, അള്ളാഹുവിന്റെ ആയാത്തുകളിലും അവന്റെ നിർദ്ദേശങ്ങളിലും നാം വിശ്വസിക്കുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടണമല്ലോ എന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മളങ്ങനെ വിശ്വസിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും. ഞാൻ പറയുന്നു, നമ്മൾക്കെല്ലാവർക്കും ഉമ്മമാരുണ്ട്. ആ ഉമ്മമാരെ നാം വിശ്വസിച്ചിട്ടുണ്ട്. ആ ഉമ്മയാണ് എന്നെ പ്രസവിച്ചത് എന്ന് നമ്മൾക്ക് കട്ടായമായും വിശ്വാസമുണ്ട്. നമ്മൾക്ക് ബീജാഭാവം നൽകിയ ഉപ്പയെ നമ്മൾക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ മക്കളെയും അതെന്റെ മക്കളും പേരമക്കളുമാണെന്ന് വിശ്വാസമുണ്ട്. ലോകത്ത് നമ്മുടെ സഹപാഠികളെ സംബന്ധിച്ച് അത് നമ്മുടെ സഹപാഠികളാണെന്ന് വിശ്വാസമുണ്ട്. അവരൊന്നും കാണേ ഈ കാലഘട്ടം വരെ നമ്മളിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അതേ സമയത്ത് നമ്മളിൽ തെറ്റു സംഭവിക്കാൻ നമ്മൾ സ്വീകരിച്ച നയനിലപാട് എന്തായിരുന്നു? നമ്മെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്നവരും, നമ്മെ ആദരിക്കുന്നവരും നാം ആദരിക്കുന്നവരും, നമ്മെ പരിചയമുള്ളവരും നാം പരിചയമുള്ളവരൊന്നും നാം തെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാകരുത് എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു നിർബന്ധമായിരുന്നു. തെറ്റുകൾക്ക് നമ്മൾ കൊടുത്ത ഒരു മാനിഫെസ്റ്റോ അതാണ്, ഞാൻ ചെയ്യുന്ന തെറ്റ് ആരും അറിയരുത്. അങ്ങനെ നാം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നീങ്ങി, അടച്ചിട്ട റൂമുകളിലേക്ക് നീങ്ങി, ഇരുട്ടിന്റെ മട്ടുപ്പാവിലേക്ക് നീങ്ങി, അപരിചിതർ മാത്രം ജീവിക്കുന്ന ഊട്ടിയും കൊടൈക്കനാലുമൊക്കെ നമ്മൾ തെരഞ്ഞെടുത്തു. എങ്കിൽ ആ ഇടങ്ങളിലേക്കൊക്കെ നമ്മൾ നീങ്ങിയപ്പോ നമ്മുടെ സന്തത സഹചാരിയായി കൂടെയുള്ള അള്ളാഹു എന്നെ ശ്രദ്ധിക്കുന്നുവല്ലോ എന്ന് നമ്മൾ പേടിക്കാതെ പോയി. മുത്തുനബി എന്നെ ശ്രദ്ധിക്കുന്നുവല്ലോ എന്ന് നമ്മൾ പേടിക്കാതെ പോയി. എന്നെ കൊണ്ട് ഡ്യൂട്ടി നിശ്ചയിച്ച് ഏൽപ്പിക്കപ്പെട്ട 20 മലക്കുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്നെ കാണുന്നുണ്ടല്ലോ, എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി. നമ്മൾ പറയുന്നു, എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. വെളിച്ചത്തു മാത്രം പ്രത്യക്ഷപ്പെടുന്ന അല്ലാഹുവിനെയാണോ നമ്മൾ വിശ്വസിച്ചത്? അല്ല, ഇരുട്ടത്തും പ്രത്യക്ഷപ്പെടുന്ന അല്ലാഹുവിനെയാണ്.
വെളിച്ചത്തിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ഉമ്മയെ വെളിച്ചത്തിൽ നമ്മൾ വിശ്വസിച്ചെങ്കിൽ വെളിച്ചത്തും ഇരുട്ടത്തും പ്രത്യക്ഷപ്പെടുന്ന പടച്ചവനെ വെളിച്ചത്തും ഇരുട്ടത്തും നമ്മൾ പേടിക്കുകയും ആ അള്ളാഹുവിനെ മാറു കാണിക്കാതെ ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വെളിച്ചത്തു മാത്രം പ്രത്യക്ഷപ്പെടുന്ന പിതാവിനെ നമ്മൾ പേടിച്ച് കുറ്റമുക്തമായി പിതാവിന്റെ മുമ്പിൽ ജീവിച്ചെങ്കിൽ വെളിച്ചത്തും ഇരുട്ടത്തും അടച്ചിട്ട റൂമിലും നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, നമ്മൾ ലജ്ജിക്കേണ്ടതുണ്ട്. നമ്മൾ ആ മുത്തുനബിയെ വല്ലാതെ പേടിച്ച് ബഹുമാനിച്ച് വിശ്വസിച്ച് ദോഷമുക്തരായി ജീവിക്കേണ്ടതുണ്ട്. ഞാൻ ചെയ്യുന്ന തെറ്റുകളും നന്മകളും ഒപ്പിയെടുക്കാൻ വേണ്ടി പടച്ചവൻ നിശ്ചയിച്ച 2 മലക്കുകളുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. ഇടത്തും വലത്തും ഇരിപ്പുറപ്പിച്ച 2 മലക്കുകൾ ഫോട്ടോഗ്രാഫർമാരായി അവര് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പിടിച്ചെടുക്കാനായി അള്ളാഹു നിശ്ചയിച്ച 2 മലക്കുകളാണ്. ആ 2 മലക്കുകളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒപ്പിയെടുക്കുന്നു. സൂറത്ത് ഖാഫിൽ അത് ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കല്യാണ സദസ്സിൽ നമ്മളെ ഫോട്ടോ പിടിക്കാൻ 1 or 2 ഫോട്ടോഗ്രാഫർമാരാണെങ്കിൽ 500 പേര് പങ്കെടുത്ത ഒരു കല്യാണ സദസ്സിൽ 1000 ഫോട്ടോഗ്രാഫർമാരായ മലക്കുകളുണ്ട്. അവരത് ഫോട്ടോ പിടിച്ച് അത് ചിപ്പാക്കി നമ്മുടെ കയ്യിൽ തരുന്നു. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വഇറഹു ഫീ ഉനുഖിഹി ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. ഇടത്തും വലത്തും ഇരിപ്പുറപ്പിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് ചിപ്പാക്കി നമ്മുടെ കയ്യിൽ തരുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മലക്കുകളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. മുത്തുനബി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് വേദനിക്കുന്നുണ്ട്. നമ്മുടെ സൽപ്രവർത്തനങ്ങൾ കണ്ട് മുത്തുനബി സന്തോഷിച്ച് അള്ളാഹുവിനെ വാഴ്ത്തി ഹംദു ചെയ്യുന്നുണ്ട്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ മുത്തുനബി വേദനിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾ പടച്ചവൻ പുറത്തു തരണമെങ്കിൽ നിങ്ങളുടെ മുത്തുനബി എന്നോട് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിസ്തരിച്ചു പറഞ്ഞിട്ടുള്ളത്. വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റു ചെയ്ത അടിമകൾ എന്തു ചെയ്യണം നബിയെ? അവര് തങ്ങളെ സമീപത്തു വരണം. എന്നിട്ട് തങ്ങളോടവര് ശിക്കായത്തു പറയണം, അന്യായം ബോധിപ്പിക്കണം. പറ്റിപ്പോയി നബിയെ, പറ്റിപ്പോയതാണ്, എനിക്ക് വേണ്ടി പടച്ചവനോടൊന്ന് സലാമത്തിന് വേണ്ടി ദ്വാരക്കണം. അള്ളാഹുവിനോട് എന്നെ കൈച്ചിലാക്കാൻ ഒന്ന് പറയണം. ഇത് മുത്തുനബിയോട് നമ്മൾ പറയുന്നതല്ലേ? അത്തഹിയാത്തുവിൽ നമ്മൾ ചൊല്ലുന്ന സലാം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയെ, എന്നെ കൈച്ചിലാക്കാൻ അള്ളാഹുവിനോട് എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ നബിയേ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് നമ്മൾ നിസ്കാരത്തിൽ സലാം ചൊല്ലുന്ന അവസരത്തിൽ നമ്മൾ ഇതല്ലേ മനസ്സിൽ കരുതിയിട്ടുള്ളത്? എൻ്റെ മുത്തുനബിക്കൊരു സലാം ചൊല്ലണം, മുത്തുനബി ആ സലാം ഒന്ന് മടക്കണം, ആ സലാം മടക്കിയിട്ട് പടച്ചവനോടൊന്ന് ദുആ ചെയ്യണം. എന്നെ കൈച്ചിലാക്കാൻ പടച്ചവനോട് എൻ്റെ മുത്തുനബി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ അള്ളാഹു എന്നെ ഒന്ന് ഏറ്റെടുക്കണം. അതുകൊണ്ടല്ലേ 5 വക്ത് നിസ്കാരത്തിലെ 9 തവണ ആവർത്തിച്ച് മുസ്ലിം ഉമ്മത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓ നബിയേ, അങ്ങേക്കു സലാം. അഥവാ തങ്ങളൊന്ന് സലാം ചൊല്ലി എന്നെ കൈച്ചിലാക്കണം. അള്ളാഹുവിനോട് എൻ്റെ കാര്യമൊന്ന് പറഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തി തരണം. തങ്ങളോട് രക്ഷ തേടി തങ്ങൾ അള്ളാഹുവിനോട്
എന്നെ പറ്റി ഒന്ന് റെക്കമെൻഡ് ചെയ്തെങ്കിലേ അല്ല എന്നോട് പൊറുക്കുകയുള്ളെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളൊന്ന് എനിക്ക് വേണ്ടി ഇറക്കുമോ? തങ്ങളൊന്ന് എനിക്ക് വേണ്ടി യാചിക്കുമോ? തങ്ങളൊന്ന് എനിക്ക് വേണ്ടി കെഞ്ചുമോ? പടച്ചവനോടൊന്ന് എന്നെ പറ്റി പറയുമോ? ഈ ഇസ്തിഗാസയല്ലേ, ഈ സഹായതേട്ടമല്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ തന്നെയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. അസ്സലാമു അലൈനാ, എന്നെ ഒന്ന് കൈച്ചിലാക്കണേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. രക്ഷപ്പെടുത്തുക എന്നതിന് ആദ്യത്തെ ഫലം ചെന്ന് തട്ടുന്നത് ഈമാനിനെയാണ്. ഒരു മനുഷ്യൻ നമ്മൾക്ക് വേണ്ടി അല്ല നിന്നെ സലാമത്താക്കട്ടെ, അല്ല നിന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെടാതെ നിന്നെ കാക്കട്ടെ എന്നാണ് ആ ചെയ്ത ദുആഇന്റെ ആദ്യത്തെ സെന്റൻസ്. ബാക്കിയുള്ള രക്ഷകളും രോഗാതുരമായ രംഗങ്ങളിൽ നിന്നുള്ള മോചനവും കുടുംബകലഹത്തിൽ നിന്നുള്ള സുരക്ഷയും അതെല്ലാം പിന്നീടുള്ള സംഗതികളാണ്. ഒരു മനുഷ്യൻ നിന്നെ പടച്ചവൻ സലാമത്താക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിനക്കു പടച്ചവൻ ഈമാന് തരട്ടെ, നിന്നെ പടച്ചവൻ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് മുത്തുനബിക്ക് സലാമു ചൊല്ലി മുത്തുനബി നമ്മൾക്ക് വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്ത് അല്ലാഹു ആ റെക്കമെൻഡ് സ്വീകരിക്കാൻ പാകപ്പെട്ടപ്പോൾ നമ്മൾ ചൊല്ലി നമുക്ക് വേണ്ടി അസ്സലാമു അലൈനാ, എന്നെ ഒന്ന് കൈച്ചിലാക്കണേ. ഇതല്ലേ നമ്മൾ ഓതിയ മൗലൂദിന്റെ രഹസ്യം. സുബ്ഹാനല്ലദീ യത്ലഅ ഫീ ശൈരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി ഫസമ്മാഹു മുഹമ്മദാ. മുത്തുനബിയെ വാഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് നമ്മൾ ഈ മദ്ഹ് തുടങ്ങി. എന്നിട്ട് മുത്തുനബിയെ നമ്മൾ ഇടം കൊടുത്തു. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. നബിയെ തങ്ങൾ ഉദയം ചെയ്തു. നക്ഷത്രങ്ങളിൽ താരങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതുപോലെയല്ലോ തങ്ങൾ ഞങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഞങ്ങളെ കാര്യമൊന്ന് പരിഗണിക്കണേ തങ്ങളെ. യാ സയ്യിദി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓടിച്ചെല്ലാനുള്ള ഓടിവരാനുള്ള അത്താണിയല്ലോ തങ്ങൾ. ഖൈറൻ നബി, അമ്പിയാക്കളിൽ അത്യുത്കൃഷ്ടരല്ലോ തങ്ങൾ. ഓ എന്റെ മുഅ്മിനീങ്ങളെ, മുത്തുനബിക്കിടം നൽകി, മുത്തുനബിക്കിടം നൽകി. എന്നിട്ട് നമ്മൾ മുത്തുനബിയോട് നമ്മുടെ അന്യായം പറഞ്ഞു. ഇർതകബതു അലൽ ഖത്താ വൈറ ഹസ്രിൻ ബാദത് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. തെറ്റ് ഒട്ടു വളരെ ചെയ്തു പോയ പാപിയാണ് തങ്ങളെ. തെറ്റു ജയിച്ചേടത്ത് ഞാൻ പരാജയപ്പെട്ട് കിടക്കുകയാണ്. കയ്യും കണക്കുമില്ലാതെ ശ്വാസോച്ഛ്വാസം കണക്കെ തെറ്റു ചെയ്ത അടിമയാണ്, തെറ്റ് ചെയ്ത ഉമ്മത്തിലെ അംഗമാണ്. ഇനി എന്റെ മുമ്പിൽ പരിഹാരമായി ഒന്നുമില്ല. ലക അഷ്കൂ, ഞാനൊന്ന് അന്യായം ബോധിപ്പിച്ചോട്ടെ തങ്ങളെ. എന്റെ കുറ്റഭാരങ്ങൾ ഞാനൊന്ന് ഇറക്കി വെച്ചോട്ടെ തങ്ങളെ. എന്നെ പടച്ചവനോട് പറഞ്ഞൊന്ന് കൈച്ചിലാക്കുമോ തങ്ങളെ? ലക അഷ്കൂ, ഈ ദോഷത്തിന്റെ കാര്യത്തിൽ തങ്ങളെയാണ് ഞാൻ മുന്നിൽ നിർത്തുന്നത്. തങ്ങളൊന്നെന്നെ പറഞ്ഞ് കൈച്ചിലാക്കണേ. ഈ വരികളല്ലേ നമ്മൾ ഈണത്തോടെ ചൊല്ലിയത്. ഇതല്ലേ നിസ്കാരത്തിലും നമ്മൾ ചെയ്തത്. മുത്തുനബിയോട് ശിക്കായത്ത് പറഞ്ഞ്, മുത്തുനബി നമ്മൾക്ക് വേണ്ടി പടച്ചവനോട് ശിക്കായത്ത് പറഞ്ഞ്, എന്നിട്ടല്ലേ നമ്മൾ നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങളെ, നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചിട്ടുണ്ട്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഈ വിശ്വാസമുള്ള നമ്മളാരും ഇനി എന്റെ ജീവിതത്തിൽ എന്റെ മുത്തുനബിയെ ഞാൻ വേദനിപ്പിക്കില്ല. പോയ
കാലത്ത് ഞാൻ വേദനിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും മുഴുവനും ഈ സഭയിൽ വെച്ച് ഞാനിതാ എന്റെ മുത്തുനബിയോട് ശിക്കായത്ത് പറയുന്നു. എന്റെ കാര്യമൊന്ന് പടച്ചവനോട് പറഞ്ഞ് എന്നെ ഒന്ന് കൈച്ചിലാക്കണേ തങ്ങളെ. ഇത് പറയുന്നു ഞാൻ ഈ സദസ്സിൽ വെച്ച്. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയും, ഇനി എന്റെ ജീവിതത്തിൽ എന്റെ മുത്തുനബിയെ വേദനിപ്പിച്ചുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്യൂല. എന്റെ മുത്തുനബിയെ വേദനിപ്പിച്ചുകൊണ്ട് എന്റെ മുത്തുനബി കാണേ ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. മുത്തുനബിയെ കാണാതെ ഒരു തെറ്റ് ചെയ്യാനും എനിക്ക് സാധ്യമല്ല. നിങ്ങൾ അമല് ചെയ്യണേ. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങളുടെ അമലുകളെ അല്ലാഹു കാണുന്നുണ്ട്. വറസൂലുഹു, അല്ലാഹുവിന്റെ തിരുദൂതരും കാണുന്നുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ കാണുന്ന പടച്ചവനിൽ വിശ്വസിക്കണം. ഓ മുഅ്മിനീങ്ങളെ, നമ്മെ വീക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി കരയുന്ന, നമ്മൾക്ക് വേണ്ടി വേദനിക്കുന്ന മുത്തുനബിയിൽ നമ്മൾ വിശ്വസിക്കണം. അബൂജഹൽ വിശ്വസിച്ചതുപോലെ മക്കത്തെ മുഹമ്മദിലല്ല നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. അല്ലാഹു തിരുദൂതരായി അയച്ച 90,000 മുഅ്ജിസത്തിന്റെ അകമ്പടി സേവിച്ച് വന്ന ഖുർആൻ എന്ന മുഅ്ജിസത്ത് നമ്മുടെ കയ്യിലേക്ക് തന്ന നമ്മുടെ ചങ്കിലച്ചോരയായ മുത്തുനബി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല കാണുന്നത്. മുത്തുനബി കാണാതെ ഒരു ജിന്നും ഇൻസും ഈ ലോകത്തൊരു സംഗതിയും ചെയ്യുന്നില്ല. അത് നന്മയാവട്ടെ, സുഹൃതമാവട്ടെ, അത് തിന്മയാവട്ടെ, അരാജകത്വമാകട്ടെ, എന്തായാലും മുത്തുനബി കാണുന്നുണ്ട്. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നിലേക്ക് കാണിക്ക വെക്കുന്നു, എന്നിലേക്ക് ലൈവായി കാണിക്കപ്പെടുന്നു. ഇൻ വജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ്, നല്ലതു കണ്ടാൽ ഞാൻ അല്ലാഹുവിനെ വാഴ്ത്തും. എന്റെ ഉമ്മത്തൊരു നല്ല കാര്യം ചെയ്തല്ലോ. വഇൻ വജത്തു ഗൈറ ദാലിക അസ്തഗ്ഫർതുല്ലാഹ്, നല്ലതല്ലാത്ത ഒരു കാര്യം എന്റെ ഉമ്മത്ത് ചെയ്യുന്നത് കണ്ടാൽ ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി മാപ്പിനപേക്ഷിക്കും. ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട അഹ്ബാബീങ്ങൾ ആലോചിക്കണം, നമ്മൾക്ക് വേണ്ടി കരയാൻ ഒരു മുത്തുനബിയുണ്ട്, നമ്മൾക്ക് വേണ്ടി വേദനിക്കാൻ ഒരു മുത്തുനബിയുണ്ട്. എത്രയോ കാലഘട്ടങ്ങളിൽ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി എന്റെ ജീവിതകാലം എന്റെ മുത്തുനബിയെ ഞാൻ വേദനിപ്പിക്കില്ല. ഒരു പരിശുദ്ധനായ ഖാദിയെ, അഹ്ലു ബൈത്തിലെ ഒരു കടാവളക്കായ ഖാദിയെ, ഇൽമിന്റെ നിറകുടമായ ഒരു ഖാദിയെ, സുഹൃദിന്റെ കേദാരമായ ഒരു ഖാദിയെ, ലീഡർഷിപ്പിന്റെ പരമോന്നതയിൽ വിരാജിക്കുന്ന ഒരു ഖാദിയെ, ഈ മഹലിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് പൾസറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും നിർദ്ദേശിക്കാനും പറ്റിയ ഒരു ഖാദി എന്നെ ഏൽപ്പിച്ചു പോയൊരു ദൗത്യമുണ്ട്. ഇനി നിങ്ങളോട് സംസാരിക്കും ഇവൻ. ആ ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഇത് ഖാദി നിങ്ങളോട് ബൈഅത്ത് ചെയ്ത ദിവസം പറയുന്ന വാക്കാണ്. ഇനി എന്റെ ഉപ്പാപ്പയെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റു ചെയ്യരുതേ. എന്റെ ഉപ്പാപ്പ വേദനിക്കുന്ന ഒരു സംഗതി നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ഇത് ഖാദി പറയുന്ന വാക്കാണ്. ആ ഖാദിയുടെ നിയാബത്തായി ഞാൻ പറയുന്ന വാക്കാണ്. അസ്ഹാബുൽ വഖ്തിന്റെ നിയാബത്തായി ഞാൻ പറയുന്ന വാക്കാണ്. മുത്തുനബിയുടെ നിയാബത്തായി ഞാൻ പറയുന്ന വാക്കാണ്. ഇനി ജീവിതത്തിൽ നമ്മളാരും മുത്തുനബി കാണേ തെറ്റു ചെയ്യില്ല. മുത്തുനബി ഇരുട്ടത്ത് കാണും, വെളിച്ചത്ത് കാണും, അടച്ചിട്ട റൂമിൽ കാണും, തുറന്നിട്ട റൂമിൽ കാണും, ആൾ പരിചയമില്ലാത്ത സ്ഥലത്ത് കാണും, ആൾക്കൂട്ടത്തിലും കാണും, വിജനമായ സ്ഥലത്തും കാണും, പ്രൗഢമായ നിബിഡമായ വേദിയിലും കാണും. അതാണ് ഹബീബുനാ റസൂലുള്ളാഹി. മുത്തുനബി നമ്മൾക്ക് വേണ്ടി സാക്ഷി പറയും. ലോകത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും സാക്ഷി പറയും. ആദം നബി അലൈഹിസ്സലാമാകുന്ന അജ്സാദിന്റെ പിതാവിന്, അർവാഹിന്റെ പിതാവായ മുത്തുനബിയാണ് സാക്ഷി പറയുന്നത്. ജസദുകൾക്ക്, തടികൾക്കൊരു പിതാവുണ്ട്, അതാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. എങ്കിൽ നമ്മുടെ ആത്മാവുകൾക്കൊരു പിതാവുണ്ട്, അതാണ് സയ്യിദുനാ ഹബീബുനാ
റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ആത്മാവിന്റെ നേതാവായതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പും ഈ പ്രകാശമാകുന്ന മുത്തുനബിയെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ മുത്തുനബിയുടെ ജസദ് ഉദയം ചെയ്തതു മാത്രമാണ് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് നടന്നത്. ആദം നബിയും ആദം നബിയുടെ ജനതയും നൂഹ് നബിയും നൂഹ് നബിയുടെ ജനതയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ ജനതയും 1,24,000 അമ്പിയാക്കളും അവരുടെ ജനതയും, അതല്ല 2,24,000 അമ്പിയാക്കളും അവരുടെ ജനതയും ചെയ്ത മുഴുവൻ വിഷയങ്ങൾക്കും ലൈവായി കണ്ട് സാക്ഷി പറയണം നമ്മുടെ ഹബീബായ മുത്തുനബി. ഇന്നാ അർസൽനാക ഷാഹിദാ. മുഴുവൻ വിഷയങ്ങളും ലൈവായി കണ്ട് സാക്ഷി പറയാനാണ് നമ്മൾ തങ്ങളെ അയച്ചിട്ടുള്ളത്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ. ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ സാക്ഷി പറയേണ്ട ഒരു രംഗം വരുന്നുണ്ട്. ആ രംഗത്തെ തങ്ങളെങ്ങനെ അഭിമുഖീകരിക്കും? മുത്തുനബി കരഞ്ഞു പോയൊരായത്താണത്. മുത്തുനബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതിയപ്പോൾ കരഞ്ഞു കണ്ണുകലക്കിയ ആയത്താണത്. അതിന്റെ ഭാരം ആലോചിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ലോകത്തെ ആദ്യത്തെ സൃഷ്ടി മുത്തുനബിയാണ്. മുത്തുനബി കാണാതെ ഈ ലോകത്തൊരു മനുഷ്യനും ഒരു സുഹൃതം ചെയ്യാനും ഒരു വികൃതി കാണിക്കാനും കഴിയില്ല. ഇത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നാവിൻ തുമ്പിൽ പോരാ. വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അതുകൊണ്ട് ഉച്ചരിച്ചാൽ മാത്രം പോരാ, അതൊന്ന് ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കണം. എന്നെ കാണുന്ന, എന്നെ വീക്ഷിക്കുന്ന, നന്മ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന, തിന്മ ചെയ്യുമ്പോൾ വേദനിക്കുന്ന ഒരു മുത്തുനബി എന്റെ തിരുദൂതരാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. രഹസ്യത്തിലും പരസ്യത്തിലും എന്നെ റഡാറ് വച്ച് നിരീക്ഷിക്കുന്ന ഒരു പടച്ചവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് മക്കളെ നമ്മുടെ വിശ്വാസം. കണ്ണുകാണാത്ത പടച്ചവനിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ല. കാഴ്ചയില്ലാത്ത മുത്തുനബിയിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ല. പച്ചക്ക് മുഴുവൻ വിഷയങ്ങളും കാണുന്ന മുത്തുനബിയെയാണ് നമ്മൾ വിശ്വസിച്ചുള്ളത്. ഉമ്മയെക്കാണ്, ഉപ്പയെക്കാണ്, സ്വന്തം ഉറ്റവരെക്കാണ്, 2.5 വയസ്സുള്ള പ്രീ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെക്കാണെപ്പോലും നമ്മൾ തെറ്റു ചെയ്തില്ല. അവര് കാണുമെന്ന് നമ്മൾ വിശ്വസിച്ചതാണ് കാര്യം. അവരെ തൊട്ട് ലജ്ജിച്ചതാണ് വിഷയം. അവരെ തൊട്ട് ജാള്യതപ്പെടുന്നതാണ് കാര്യം. എങ്കിൽ ആ 2.5 വയസ്സായ 3.5 വയസ്സായ LKG-കാരനായ പേരക്കുട്ടിക്ക് കൊടുത്ത പോസ്റ്റ് പോലും, 3 വയസ്സായ പ്രീ സ്കൂളുകാരന് കൊടുത്ത പോസ്റ്റ് പോലും നമ്മെ പടച്ച നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന, നാടിമിടിപ്പുകൾ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ ചാഞ്ചാട്ടങ്ങളെ സംബന്ധിച്ച് വിശദമായി അറിയുന്ന, നമ്മളെന്ത് മനസ്സിൽ വിചാരിച്ചോ അത് പച്ചക്ക് തെളിഞ്ഞ് കാണുന്ന നമ്മെ പടച്ചനാഥനായ പടച്ച തമ്പുരാനും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ലൈവായി കാണുന്ന മുത്തുനബിയും അവരെ നമ്മൾ എവിടെ നിർത്തിയിട്ടുണ്ട്? ഇന്നക്കും സതർതുമൂഹാ അനിൽ അത്ഫാലിസ് സിഗാർ ഫഅൈനൽ മലിക്കുൽ ജബ്ബാർ. നിങ്ങൾ ചെയ്ത ചണ്ടിത്തരങ്ങളെ, പോരാത്തരങ്ങളെ, നിങ്ങൾ ചെയ്ത അയ്ബുകളെ, അശ്ലീലങ്ങളെ, മൊബൈൽ ഫോണിന്റെ അബദ്ധ സഞ്ചാരങ്ങളെ, മിസ്യൂസിങ്ങുകളെ എവിടെ നിന്ന് നിങ്ങൾ ചെയ്താലും അതെല്ലാം നിങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പിഞ്ചു പൈതങ്ങളിൽ നിന്ന് പോലും ഒളിച്ച് പുതപ്പിൻ്റെ ഉള്ളിലേക്ക് ഊളിയിട്ടിട്ടുണ്ട്. അടച്ചിട്ട് റൂമ് ഭദ്രമെന്ന് വീണ്ടും പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടി വല്ല ഒന്ന് വാതില് തള്ളി തുറന്ന് വന്നപ്പോ വീണ്ടും നമ്മൾ ആദ്യം ടച്ചു മാറ്റി അതൊരു ഗെയിമായി പൂവായി മാറിയിട്ടുണ്ട്. വീണ്ടും ആ കുട്ടി പോയപ്പോൾ കതക് നന്നായി അടച്ചിട്ടുണ്ട്. വീണ്ടും പഴയതിലേക്ക്
ചേഞ്ച് ആയിട്ടുണ്ട്. അത് സെക്സാണ്, സിനിമയാണ്, പാടില്ലാത്തതാണ്, കാണാൻ പാടില്ലാത്തതാണ്. അതിലേക്ക് നമ്മൾ പോയപ്പോ അടച്ചിട്ട റൂമിൽ അള്ളയുണ്ട്, ഇരുട്ടത്ത് മുത്തുനബിയുണ്ട്. അടച്ചിട്ട റൂമും ഇരുട്ടും ഒന്നിച്ച് വന്നപ്പോഴും പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകളുണ്ട്. അവർക്ക് ഇരുട്ട് പ്രശ്നമല്ല, അവരെ പടച്ചതു തന്നെ പ്രകാശം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തുനബി മൊത്തം പ്രകാശമാണ്. അള്ളാഹു ഇരുട്ടത്തും വെളിച്ചത്തും കാണുന്ന ജഗനിയന്താവായ പടച്ചവനാണ്. അവര് നമ്മെ വീക്ഷിക്കുന്നുണ്ട്, അവര് നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ പരിശുദ്ധ ഖുർആനിൽ ഇന്നല്ലദീന കഫറു എന്ന ആയത്ത് വരും. ഓ കാഫിർ, നിശ്ചയമായും കാഫിറുകൾ, യാ അയ്യുഹല്ലദീന യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിരീങ്ങളെ എന്ന് വരും. യാ അയ്യുഹൽ മുനാഫിഖൂൻ എന്നൊക്കെ പറയുമ്പോ അതൊക്കെ കണാരനിലേക്കും കുമാരനിലേക്കും ലതികയിലേക്കും വത്സലയിലേക്കും ജോസഫിലേക്കും മറിയാമിലേക്കും ഒക്കെ നമ്മൾ തള്ളിക്കൊടുക്കും. അതൊക്കെ ഓൽക്കുള്ളതാ, ഞമ്മക്കുള്ളതല്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളെ രഹസ്യത്തിലും പരസ്യത്തിലും നമ്മെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പടച്ചവനെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മെ രഹസ്യത്തിലും പരസ്യത്തിലും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുത്തുനബിയിൽ നമ്മൾ റസൂലായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, 3.5 വയസ്സായ കുട്ടിക്ക് കൊടുത്ത ഒരു പോസ്റ്റെങ്കിലും നമ്മൾ കൊടുക്കൂലേ? ആരാണ് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർ? ആരാണ് മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ചവർ? നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, നമ്മളടുത്ത് സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്, നമ്മളടുത്ത് സോഷ്യൽ വെൽഫെയറുകളുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്. എവിടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആൾക്കൂട്ടത്തിലെ പരസ്യമായി സ്റ്റേജിൽ വെച്ച് മറ്റു പലയിടങ്ങളിലും നമ്മളത് ചെയ്യുന്നു. അവസാന കാലത്ത് പള്ളിയിൽ നിസ്കാരക്കാര് കൂടും, അണുമണിത്തൂക്കം ഈമാൻ ഉള്ളിലോട്ട് കടന്നു കാണില്ല. ഷഫീഉനാ റസൂലുള്ളാഹി. ഖാദി ബൈഅത്ത് നടന്ന സഭയാണിത്. ഈ ഖാദിക്കൊരു കാര്യദർശിയെ കിട്ടിയ, ഒരു ജഡ്ജിയെ കിട്ടിയ, തീരുമാനങ്ങൾ പറയാനും നന്നാക്കിയെടുക്കാനും നമുക്കവസരം കിട്ടിയ വല്ലാത്തൊരു സഭയാണിത്. ഈ സഭയിൽ വെച്ച് ഞാൻ നിങ്ങളോട്, എന്നോട്, എല്ലാവരോടും ഉണർത്തുന്നു, ഇന്നല്ലദീന കഫറു, നിശ്ചയമായും പടച്ചവനെ കൊണ്ട് നിഷേധിച്ചവർ. യാ അയ്യുഹൽ കാഫിറൂൻ, ഓ നിഷേധികളെ. ഈ വിളിയിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? മഗ്‌രിബ് നിസ്കാരത്തിന് കൂടുതൽ ആളുകൾ, സുബഹിക്കും ചിലപ്പോഴൊക്കെ ആളുകൾ, ഈ നിസ്കരിച്ച മനുഷ്യൻ, നോമ്പനുഷ്ഠിച്ച മനുഷ്യൻ, ഹജ്ജ് ചെയ്ത മനുഷ്യൻ, ഉംറ ഒരുപാട് തവണ നിർവഹിച്ച മനുഷ്യൻ, തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, തൻ്റെ വ്യക്തി ജീവിതത്തിൽ, തൻ്റെ രഹസ്യ ജീവിതത്തിൽ, തൻ്റെ അടച്ചിട്ട റൂമിൽ, ക്ലബിൽ, ഫാൻസിൽ, ഊട്ടിയിൽ, കൊടൈക്കനാലിൽ, കല്യാണത്തിൻ്റെ തലേരാവിൽ, അങ്ങനെ ഗേൾ ഫ്രണ്ടിൽ, ബോയ് ഫ്രണ്ടിൽ, ചാറ്റിങ്ങിൽ, ലൈനുകളിൽ, ഈ രംഗങ്ങളൊക്കെ മൊത്തമൊന്ന് പരതി നോക്കിയാൽ ഈ ഇസ്ലാമിനെ ഈ നിലക്ക് വഷളാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചാൽ, എന്തിനാണ് ഇന്നല്ലദീന കഫറു എന്നത് കണാരനിലേക്കും കുമാരനിലേക്കും നമ്മൾ നീക്കേണ്ട കാര്യം, വത്സലയിലേക്കും ലതികയിലേക്കും നമ്മൾ നീക്കേണ്ട കാര്യം, ജോസഫിലേക്കും മറിയാമിലേക്കും നമ്മൾ നീക്കേണ്ട കാര്യം, നമ്മളിൽ തന്നെ അത് തുടിച്ചു നിൽക്കുന്നുണ്ടോ? നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ടോ? ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ, ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എങ്കിൽ തീരാ നഷ്ടത്തിന്റെ കഥ മാത്രമുള്ള ഒരു സംഘത്തെ സംബന്ധിച്ച് നമ്മൾ അറിയിച്ചു തരട്ടെയോ? വഹും അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ, ഭൗതിക ജീവിതത്തിൽ അവർ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് നന്മകൾ, ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് സുഹൃതങ്ങൾ. പക്ഷേ ളല്ല സഅയുഹും, അവരുടെ യജ്ഞം മുഴുവനും പാളിപ്പോയി.
ഫിൽ ഹയാത്തി ദുനിയാ, ഈ ഭൗതിക ജീവിതത്തിൽ, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവരൊരുപാട് നല്ല കാര്യം ചെയ്തു എന്നാണ് അവരൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക്, അവര് നാളെ പരലോകത്ത് വരുന്ന അവസരത്തിൽ ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാലൻ അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവര് വിചാരിക്കുന്നത് നല്ല കാര്യം ചെയ്തു എന്നാണ്. എന്നാൽ കേൾക്കണോ, അവരുടെ ജീവിതത്തിൽ അവർക്ക് പാളിപ്പോയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് വിശ്വാസദാർഢ്യത വന്നിട്ടില്ല. അവർക്ക് നാളെ പരലോകത്തിലാനുഖീമുലഹും യൗമൽ ഖിയാമത്തി വസ്നൻ, അവർക്ക് അണുമണിത്തൂക്കം ഒരു സാധനവും നാളെ പരലോകത്ത് ചെന്നാൽ അവർക്ക് കിട്ടാനില്ല. എന്തേ കാര്യമെന്നോ, ദാലിക ജസാഉഹും ജഹന്നമു ബിമാ കഫറു വത്തഖദു ആയാതി വറുസുലി ഹുസുവാ, എൻ്റെ മുർസലീങ്ങളെ കൊച്ചാക്കിയവരാണവർ. ഞാൻ പറഞ്ഞയച്ച തിരുദൂതർ, ഉമ്മയെ കാണെ തെറ്റു ചെയ്യാത്തവൻ, മുത്തുനബിയെ കാണെ തെറ്റ് ചെയ്ത് മുത്തുനബിയെ കൊച്ചാക്കിയവനാണവൻ. ഞാൻ ഒരുപാട് കാര്യം ഖുർആനിൽ പറഞ്ഞിരുന്നു, അത് മുഴുവനും അവജ്ഞയോടെ തള്ളിയവനാണവൻ. അവൻ ആളെക്കാണെ നന്മകൾ ചെയ്തിട്ടുണ്ട്. പടച്ചവൻ പറഞ്ഞ കാര്യം രഹസ്യത്തിലെത്തിയപ്പോൾ അവന് പാളിയിട്ടുണ്ട്. അവൻ ഞാൻ പറഞ്ഞ ആയത്തുകളോ ദൃഷ്ടാന്തങ്ങളോ എൻ്റെ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ എൻ്റെ മുത്തുനബി കൊണ്ടുവന്ന കാര്യങ്ങളോ എൻ്റെ മുത്തുനബിയുടെ ദർശനമോ ഞാൻ അവരെ കാണുമെന്നതോ അതൊന്നും അവരാലോചിച്ചിട്ടില്ല. അവർ മുത്തുനബിയെ കൊച്ചാക്കുകയായിരുന്നു. അവരെൻ്റെ ആയത്തുകളെ എളിമയാക്കുകയായിരുന്നു. ഇതുകൊണ്ട് തന്നെ അവർ കാഫിറുകളാണ്. ഇതുകൊണ്ട് തന്നെ അവർ കാഫിറുകളാണ്. ഇതുകൊണ്ട് തന്നെ അവർ കാഫിറുകളാണ്. ആ സംഭവത്തെ നമ്മൾ നന്നായി ഉൾക്കൊള്ളണം. ഇത്രയൊക്കെ പറയാവോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? പറയണ്ടേ? നമ്മൾ നന്മയുടെ ഉപാസകരാണ്. നമ്മൾ തിന്മയിൽ നിന്നൊഴിഞ്ഞു നിൽക്കുന്നിടത്ത് വീക്കാണ് നമ്മൾ. ഏതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തെറ്റ്? ഏതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന തെറ്റ്? ഏതാണ് ഈ കാലഘട്ടത്തിൽ അവജ്ഞയോടെ സമൂഹം തള്ളിയ തെറ്റ്? അന്യ സ്ത്രീകളുമായുള്ള ബന്ധങ്ങളാണ്. അന്യ സ്ത്രീകളുടെ ദർശനങ്ങളാണ്. അന്യ സ്ത്രീകൾ പുരുഷന്മാർക്ക് ദർശനത്തിന് കാഴ്ചക്കാരായി നിന്നുകൊടുക്കുന്നതാണ്. ഈ ദർശനമാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. കൂടുതൽ ആളുകളും അകപ്പെടുന്ന തെറ്റും കൂടുതൽ തവണകളായി സംഭവിക്കുന്ന തെറ്റും സമൂഹം ഒരു തെറ്റായി വിലയിരുത്താത്ത തെറ്റും കണ്ണുകൊണ്ടുള്ള തെറ്റാണ്. ഹബീബായ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ട ബഗ്ദാദിലെ ഖാദിയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിൽ 1700 പേർ ഒരു ദിവസം മരണപ്പെട്ടു പോയി. ഉമ്മത്ത് മുസ്ലിമാണ്, ജീവിച്ചത് മുസ്ലിം ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ്. മുസ്ലിം കോളത്തിലാണ് പേര് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഹൈന്ദവരല്ല, ക്രൈസ്തവരല്ല, യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല. മുസ്ലിം ഉമ്മത്തിൽ പിറന്ന 1700 പേര് മരണപ്പെട്ടിട്ട് 2 പേർക്കാണ് ഈമാൻ കിട്ടിയത്. മുത്തുനബി പറഞ്ഞു 1698 പേർക്കും ഈമാനില്ലാതെ മരിച്ചുപോയി. ഓ എൻ്റെ അഹ്ബാബിങ്ങളെ, ഇത്രയും കൂടുതൽ പേർ മുസ്ലിം ഉമ്മത്തിൽ ഒരു രാത്രി മരണപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ്? ഇതിലെ 1% 10% 98.4% ജനങ്ങളും ഈമാനില്ലാതെ മരിച്ചു പോകാൻ എന്താണ് കാരണം എന്ന് പരിശോധിച്ചു. അബ്ദുൽ വഹാബ് ഷൈഖാനി റളിയല്ലാഹു അൻഹു പരിശോധിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഇവരൊന്നും നന്മ ചെയ്യാത്തവരല്ല, പക്ഷേ തിന്മ ചെയ്യുന്നവരായിരുന്നു. 1700 പേരെ ഒരു കോളേജ് ക്യാമ്പസിലെടുത്താൽ
1700 പേരെ ഒരു സ്കൂൾ ക്യാമ്പസിലെടുത്താൽ, 1700 പേരെ ഒരു ഫുട്പാത്തിലെടുത്താൽ, 1700 പേരെ ഒരു പ്ലാറ്റ്ഫോമിലെടുത്താൽ, 1700 പേരെ ഒരു എയർപോർട്ടിലെടുത്താൽ, 1700 പേരെ ഒരു കല്യാണ സദസ്സിലെടുത്താൽ, എൻ്റെ പടച്ചവനെ പേടിച്ച് എൻ്റെ മാംസളമായ ഭാഗം ഒരു പുരുഷനും ഞാൻ കാഴ്ചവെക്കില്ല, എൻ്റെ ഭംഗി എൻ്റെ ഭർത്താവിന് സ്വന്തം എന്ന് വിശ്വസിച്ച പെണ്ണ് 1700-ൽ 2 പേരെ കിട്ടുമോ? മുഖം മൂടി ധരിച്ചവർ, കാലുക ധരിച്ചവർ, കയ്യുക ധരിച്ചവർ, കൂടെ താഴ്ത്തിപ്പിടിച്ചവർ. എന്തിനെ അരക്കെട്ടിന്റെ ഭാഗം ടൈറ്റ് ഫിറ്റാക്കിയത്? എന്തിനെ ആളുകളെ കണ്ടപ്പോൾ പർദ്ദ വലിച്ചു പിടിച്ചത്? പടച്ചവനെ പേടിച്ചിട്ടല്ല മുഖമൂടി ധരിച്ചത്, പടച്ചവനെ പേടിച്ചിട്ടല്ല കയ്യുക ധരിച്ചത്, പടച്ചവനെ പേടിച്ചിട്ടല്ല കാലുക ധരിച്ചത്. അത് ചില ഫോമിന്റെ ഭാഗമാണ്. അതെല്ലാം പടച്ചവനെ പേടിച്ചായിരുന്നെങ്കിൽ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ടൈലർ ഷാപ്പിലേക്ക് ചെന്ന് തൊട്ടടുത്ത വീട്ടിലെ മെഷീനിൽ കൊണ്ടുപോയി വീണ്ടും ആ അരക്കെട്ടിന്റെ ഭാഗം ടൈറ്റ് ഫിറ്റാക്കിയത്? എന്തിനാണ് ജനങ്ങളെ കണ്ടപ്പോൾ പർദ്ദ വലിച്ചു പിടിച്ചത്? 1700 പേരിൽ 2 പെണ്ണുങ്ങൾക്ക് രക്ഷപ്പെടാനാകുമോ? ഈ രംഗങ്ങളിൽ, ഞാൻ പറഞ്ഞ രംഗങ്ങളിൽ 1700 പേരെ എടുത്താൽ എൻ്റെ പടച്ചവൻ എനിക്ക് തന്ന കണ്ണ് മലിനമാക്കരുത്. ഇത് കണ്ണിന്റെ വ്യഭിചാരമാണ്, ഞാൻ ചെയ്യുന്ന മഹാകുറ്റമാണ് എന്ന നിലയ്ക്ക് ഇതെന്റെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ്. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ മക്കളും ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ എനിക്ക് വീണുപോയ കണ്ണാണിത്, എൻ്റെ മിഴി അടഞ്ഞു പോയ കണ്ണാണിത്. ഈ കണ്ണ് ഞാൻ ഒറ്റക്കാകുമ്പോൾ, ഞാൻ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോ, ഞാൻ സ്കൂൾ ക്യാമ്പസിലൂടെ നടന്നു പോകുമ്പോ, ഞാൻ സ്കൂൾ ക്യാമ്പസിലെത്തുമ്പോ, ഞാൻ എയർപോർട്ടിലെത്തുമ്പോ, ബസ്സിൽ കയറുമ്പോ, ഈ കണ്ണ് വീണ്ടും പടച്ചവനെ പേടിച്ചടയേണ്ടതുണ്ട്. ഞാനും എൻ്റെ പടച്ചവനും മാത്രമേ എന്നെ പരിചയമുള്ളവരായി ഇവിടെയുള്ളൂ. ഇവിടെ ഞാൻ രഹസ്യത്തിൽ എൻ്റെ കണ്ണടയേണ്ടതുണ്ട്. ഇത് ചിന്തിക്കുന്ന, ഇത് ചിന്തിച്ച് ദൃഷ്ടി തെറ്റിക്കുന്ന, ഇത് ചിന്തിച്ച് കണ്ണ് വലിച്ചടക്കുന്ന 1700 പുരുഷന്മാരിൽ 2 പേരെ കിട്ടുമോ? വളരെ ഗൗരവതരമായ ചർച്ചയാണ്. മന്നളഗ ഇലാ മഹാസിനി ഇംറഅത്തിൻ ഫഗള ബസറഹു ഫീ അവ്വലി മറത്തിൻ അഹദതഹു അല്ലാഹു ലഹു ഇബാദതൻ യജിദു ഹലാവതഹു ഫീ ഖൽബിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അവൻ യാദൃശികമായി പെണ്ണിലേക്ക് കണ്ണു നട്ടു. അനിയന്ത്രിതമായി ഒന്ന് നോക്കിപ്പോയതാണ്, കണ്ടുപോയതാണ്. മുന്നിലൂടെ പാസ് ചെയ്തപ്പോൾ ഒന്ന് കാണേണ്ടി വന്നതാണ്. കണ്ടപാടെ കണ്ണു ചിമ്പി. നിയന്ത്രണത്തിൽപ്പെട്ടതിന് ശേഷം 1 മൈക്രോ സെക്കൻഡ് പോയിട്ട് 1 നാനോ സെക്കൻഡ് സമയം പോലും അവൻ മിഴി തുറന്ന് വച്ചിട്ടില്ല. ഇത്രയും സന്തോഷത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് നാൾ അല്ലാഹു തആല കൊടുക്കുന്ന സമ്മാനം കേൾക്കണോ നിങ്ങൾക്ക്? അഹദതഹു അല്ലാഹു ലഹു ഇബാദതൻ യജിദു ഹലാവതഹു ഫീ ഖൽബി. അവന്റെ ഹൃദയത്തിൽ മധുരമൂറും, അവന്റെ ഹൃദയത്തിൽ മാധുര്യം കിട്ടും. ഒരു ഇബാദത്തിനെ പടച്ചവൻ അവന് വേണ്ടി പടക്കും കേട്ടോ. കളവ് പറയാത്ത നാവുകൊണ്ട് മുത്തുനബി പറഞ്ഞു വെച്ചതാണത്. മക്കളെ, നിസ്കാരത്തിൽ ഖുശൂ വേണോ? ബാങ്ക് കൊടുത്തിട്ട് ഇനിയൊന്ന് നിസ്കരിക്കണമല്ലോ, ഇനിയൊന്ന് നിസ്കരിക്കാമല്ലോ എന്ന് ചിന്തിക്കണോ? പടച്ചവന്റെ മുമ്പിൽ ഒന്ന് നിന്ന് വിയർക്കണോ? ബാഷ്പഗണങ്ങളൊന്ന് ധാരധാരയായി ഒഴുക്കണോ? ഒന്ന് വിറക്കണോ? ഈ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്തേക്കണം. ഉസ്താദേ, അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഖൗമിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കളെ, ഇതൊക്കെ ഇക്കാലഘട്ടത്തിൽ നടക്കുവോ? ഇതൊന്നും ചിന്തിച്ചു പോകണ്ട. 45 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന മിസ്രിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന് ഒക്കെ ഇറങ്ങി വന്ന പെണ്ണുങ്ങൾ, ആ സൗന്ദര്യവതികളായ പെണ്ണുങ്ങൾക്ക് ഒരു മത്താഫല്ലേ ഉള്ളൂ, ഒരു മസ്അയല്ലേ ഉള്ളൂ, ഒരു അറഫയല്ലേ ഉള്ളൂ, ഒരു ജംറയല്ലേ ഉള്ളൂ, ഒരു കേന്ദ്രമല്ലേ ഉള്ളൂ.
ആ 45 ലക്ഷം പങ്കെടുത്ത ആണും പെണ്ണും ഇടകലർന്നു നിൽക്കുന്ന ആ സഭയിൽ പോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു വ്യക്തി പറഞ്ഞു, മക്കളെ, ഞാനൊരു പെണ്ണിനെയും കണ്ടില്ല. എൻ്റെ അക്കൗണ്ടിലേക്ക് കേറും വിധം യാദൃശികമായി അനിയന്ത്രിതമായി കണ്ടത് അക്കൗണ്ടിലേക്ക് കേറില്ലല്ലോ. അക്കൗണ്ടിലേക്ക് കേറുന്ന വിധം ഞാനൊരു പെണ്ണിനെയും കണ്ടില്ല. അതിനേക്കാളും വലുതാണോ മലപ്പുറത്തെ ഫുട്പാത്തുകൾ? അതിനേക്കാളും വലുതാണോ മലപ്പുറത്തെ കല്യാണ സദസ്സുകൾ? അതിനേക്കാളും വലുതാണോ പ്ലാറ്റ്ഫോമുകൾ? അതിനേക്കാളും വലുതാണോ സ്കൂളുകൾ? നന്നായി ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെ നടക്കുക എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുമോ? നാളെ നമ്മൾ മരിക്കുന്ന സമയം ഈമാൻ കിട്ടണമെന്നാശിച്ച് ഈ സമയത്ത് ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ തീരുമാനം മാറ്റിയേ പറ്റൂ, തിരുത്തിയേ പറ്റൂ. ഞാൻ പടച്ചവനെ പേടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഈ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി, ഒരു പെണ്ണോ ആണോ, ഇത് തീരുമാനിച്ചാൽ, ഈ തീരുമാനം സാർത്ഥകമായി നടപ്പാക്കിയാൽ മസ്റ്റാണ് അവൻ ഈമാനോടെ മരിക്കും. നിസ്കരിച്ചത് കൊണ്ട് മാത്രം ഫലമില്ല. വല്ലവരുത്തനും നിസ്കരിച്ച നിസ്കാരം പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യമാണെന്ന് മനസ്സിലാക്കാനുള്ള അടയാളം ആ നിസ്കരിച്ച മനുഷ്യന് പിന്നീട് അശ്ലീലങ്ങൾ കാണാൻ കഴിയൂല, അശ്ലീലങ്ങൾ കേൾക്കാൻ കഴിയൂല, അശ്ലീല വീഴ്ചക്ക് സാധിക്കൂല, അള്ള പൊരുത്തപ്പെടാത്ത ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരത്തിനൊരു പവറുണ്ട്. അതെന്താണ് ആ പവർ? നിങ്ങളെ നന്നാക്കാൻ നിസ്കാരത്തിന് കഴിയും. നിങ്ങളെ നിസ്കാരമാണോ നിങ്ങൾ അശ്ലീലങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ, അള്ള പൊരുത്തപ്പെടാത്ത സംഗതികളിൽ നിന്ന് മാറ്റി നിർത്താൻ നിസ്കാരത്തിന് കഴിയും. പരിശുദ്ധ ഖുർആൻ എങ്കിൽ മുത്തുനബി അതിനെ വിശദീകരിച്ചു. വല്ലവരുത്തന്റെയും നിസ്കാരമായി മല്ലം തൻഹു സ്വലാത്തുഹു, ഒരുത്തൻ നിസ്കരിച്ചിട്ടവൻ അശ്ലീലങ്ങളിൽ നൊഴിയാൻ കഴിയുന്നില്ല. നിസ്കാരം സമയത്തിനുണ്ട്, വ്യഭിചാരം റെഡിക്ക്. നിസ്കാരം സമയത്തിനുണ്ട്, അർശ് പോലും പേടിച്ച് വിറച്ചു പോകുന്ന സവർഗരതി വളരെ റെഡിക്ക്. ലൈനും ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും റെഡിക്ക്. നിസ്കാരം സമയത്തിനുണ്ട്. അശ്ലീല വീഴ്ചകളുണ്ട്, കാഴ്ചകളുണ്ട്. ഇവനെപ്പറ്റി മുത്തുനബി പറഞ്ഞതെന്താ? ഇവന്റെ നിസ്കാരം കൊണ്ട് പടച്ചവനോടടുക്കാൻ ഉപകരിക്കില്ലെന്നു മാത്രമല്ല, പടച്ചവനിൽ നിന്ന് ഓരോ നിസ്കാരം കൊണ്ടും അവൻ അകന്നകന്ന് പോവുകയാണ്. ഷഫീഉനാ റസൂലുള്ളാഹി വജ്ജഹത്തു ഓതി നമ്മള് വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ്. ഈ അണ്ടകടാഹത്ത് മുഴുവനും സംവിധാനിച്ച പടച്ചവന്റെ മുമ്പിലേക്ക് എന്റെ മെയ്യും മനസ്സും ഞാനിതാ തിരിച്ചു വെച്ചിരിക്കുന്നു. എന്റെ മനസ്സിൽ നീയല്ലാതെ ഇല്ല, എന്റെ മനസ്സിൽ നീയല്ലാതെ തുടിക്കില്ല. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ നിനക്കു മാത്രം ജീവിക്കുന്നവനാണ്. ഒന്നിനും പാർട്ണർഷിപ്പില്ല. ആളാകാനല്ല, പേരിനല്ല, പെരുമക്കല്ല, പ്രശസ്തിക്കല്ല, ചീത്തപ്പേര് പോകാനല്ല. നിനക്ക് ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാത്തി, എന്റെ നിസ്കാരവും സകല അമലുകളും എന്തിനു പറയണം ഞാൻ ജീവിക്കുന്നതും, എന്തിനു പറയണം ഒരു വേള ഞാൻ മരിച്ചു വീഴുന്നതും? ലില്ലാ, നിന്റെ പൊരുത്തത്തിന്. നീ പൊരുത്തപ്പെടാത്തൊരു കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല. നീ പൊരുത്തപ്പെടാത്തൊരു കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ കാണൂല. നീ പൊരുത്തപ്പെടാത്തൊരു കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കൂല. പടച്ചോന് കൊടുത്ത വാക്കാണത്. ഈ വാക്കാണ് തെറ്റിച്ചത്. ഓരോ നിസ്കാരത്തിലും വാക്ക് കൊടുക്കും, ഓരോ നിസ്കാരം കഴിഞ്ഞാലും അത് തെറ്റിക്കും. അവൻ പടച്ചോനെ മക്കളാക്കുകയാണ്, പടച്ചോനെ കളിയാക്കുകയാണ്. അതുകൊണ്ടവൻ രാജാവിന്റെ മുമ്പിൽ ചെന്ന് എളിച്ചു കാട്ടിയവനാണ്. രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത, രാജാവറിയാത്ത പരിചിതനേക്കാൾ നല്ലത് എന്നു നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇവൻ രാജാവിനെ കൊഞ്ഞനം കുത്തിയവനാണ്.
അതുകൊണ്ട് മുത്തുനബി പറഞ്ഞു, നിന്റെ നിസ്കാരം അശ്ലീലങ്ങളിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തുന്നില്ലടാ. നിസ്കരിച്ചിട്ടും തെറ്റു ചെയ്യുന്നടാ, നിസ്കരിച്ചിട്ടും അനാവശ്യങ്ങളിൽ ഇടപെടുന്നടാ. എന്നാൽ നീ മനസ്സിലാക്കിക്കോളണം, നീ പടച്ചോനോട് നിസ്കാരം കൊണ്ട് അടുക്കല്ല, അകലെയാണ്. നീ നിസ്കാരത്തിൽ പടച്ചവന് കൊടുത്ത വാക്കിൽ പടച്ചവനെ കളിയാക്കിയവനാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നേരം പുലർന്ന് പറയുന്ന പച്ചപ്പുള്ളു വജ്ഹത്തുവാണ്. അതൊക്കെ ഇതിന്റെ ഭാഗമായി പറഞ്ഞതാണ്. അതുകൊണ്ട് നിസ്കാരമല്ല പ്രമേയം, അത് നാട്ടുകാർക്ക് നമ്മളെ സംബന്ധിച്ച് വിലയിരുത്താനുള്ള സാധനമാണ്. നോമ്പല്ല സംഗതി, അത് വീട്ടുകാർക്ക് നമ്മളെ സംബന്ധിച്ച് വിലയിരുത്താനുള്ള സംഗതിയാണ്. സക്കാത്തല്ല സംഗതി, അത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ച് വിലയിരുത്താനുള്ള സംഗതിയാണ്. ഹജ്ജല്ല സംഗതി, ഹജ്ജ് ഈ നാട്ടുകാർക്ക് മുഴുവനും നമ്മളെ ഹാജി എന്ന് വിളിച്ചുകൊണ്ട് നമ്മെ പ്രമോട്ട് ചെയ്യാനുള്ള സംഗതിയാണ്. ഏതാ സംഗതി? അതൊക്കെ നാട്ടുകാരവരെ ദൗത്യം നിർവഹിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും നല്ലവരായ നമുക്ക് നമ്മളാരാ? നമ്മൾ നമ്മുടെ രഹസ്യ ജീവിതത്തിലേക്ക് മടങ്ങിയിട്ടുണ്ടോ? നമ്മുടെ രഹസ്യ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളും നമ്മളെ പടച്ചവനും മൊത്തമുള്ള ജീവിതം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ പരസ്യ ജീവിതം കൊണ്ടൊരു കാര്യവുമില്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബിദ്ദീൻ. ഈ പ്രസ്ഥാനത്തെ കളവാക്കിയരെ പറയണോ നിങ്ങൾക്ക്? തങ്ങളെ ഈ പ്രസ്ഥാനത്തെ ദീനാകുന്ന ഈ സത്യപ്രസ്ഥാനം കൊണ്ട് കളവാക്കിയ കള്ളന്മാരെ പറ്റി നബിയെ തങ്ങൾക്കറിയണോ? ഞാൻ പറഞ്ഞു തരാം. ബദാലിക്കല്ലദീ യദുഉൽ യതീം. അത് യതീമിനെ പിടിച്ച് തള്ളുന്നവനാണ്, പരിഗണിക്കാത്തവനാണ്. സ്നേഹം കൊതിക്കുന്നവർക്കും സ്നേഹം ആവശ്യമുള്ളവർക്കും സ്നേഹവും ദയാവായ്പും കൊടുക്കാത്തവനാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. മിസ്കീന്മാരെ സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിനും അവർക്ക് ഭക്ഷണം അടക്കമുള്ള ജീവവായുവിനെ അവർക്ക് നൽകുന്നതിൽ സ്വന്തം ശരീരത്തെയും മറ്റുള്ളവരെയും പ്രമോട്ട് ചെയ്യാത്തവനാണ്, ഉത്തേജിപ്പിക്കാത്തവനാണ്. ഇത് പറഞ്ഞിട്ട് പടച്ചവൻ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ. അള്ളാഹുവിന്റെ പടപ്പുകളെ അള്ളാഹുവിന്റെ പടപ്പുകളാണെന്ന നിലക്ക് കാണാൻ കഴിയുന്ന വിശാലമായ ഉള്ളറകളുള്ള ഒരു മനസ്സ് നിനക്ക് വേണമടാ. അള്ളാന്റെ മുഴുവൻ പടപ്പുകളെയും അള്ള പടച്ച പടപ്പാണെന്ന് നോക്കിക്കാണാൻ നിനക്ക് കഴിയണം. എന്നാലേ പടച്ചവന്റെ മുമ്പിൽ നിനക്ക് ഇഖ്ലാസോടെ ഖുശൂഓടെ നിനക്ക് നിൽക്കാൻ പറ്റൂ. ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന ചെരു, നിസ്കരിക്കുന്നവർക്കാണ് സകല നാശം. മൽ വൈലു യാ റസൂലല്ലാഹ്. എന്താണ് വൈലു തങ്ങളെ? മുസ്സഹാബത്തിന്റെ ചോദ്യം. വിവിധ നരകത്തിന്റെ ഗില്ലികളിൽ പ്രയാസം അനുഭവിക്കുന്ന നരകത്തിന്റെ ഗില്ലികളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ഞലും കുമിഞ്ഞുകൂടുന്ന ഗില്ലിയാണ് വൈലെന്ന ചെരു. ആർക്കാണ് ആ വൈലെന്ന ചെരു കൊടുക്കുന്നത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന ചെരു. ഏതാണ് ആ നിസ്കാരക്കാര്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ. അവര് നിസ്കാരത്തിൽ പൊന്തം വിട്ടവരാണ്, അവര് നിസ്കാരത്തിൽ കൂടെയില്ലാത്തവരാണ്. അവരാനമയിലൊട്ടകം കുതിര കോഴിക്കോട് കൊണ്ടോട്ടി മലപ്പുറം ഇതായിരുന്നു അവരുടെ നിസ്കാരം. മുച്ചോടും. അല്ലദീനഹും യുറാഊൻ. അവര് നിസ്കരിച്ചതൊക്കെ പടച്ചോനെ കാണാനല്ല, ലോകരെ ബോധിപ്പിക്കാനായിരുന്നു, ലോകമാന്യത്തിനായിരുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? അവരെങ്ങനെ നമ്മൾക്ക് മനസ്സിലാകുക? അവര് അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ. തൊട്ടടുത്ത അയൽവക്കത്തിൽ നിന്നൊരു മുട്ടുസൂചി വായ്പ ചോദിച്ചാൽ, ഒരു സ്പൂൺ വായ്പ ചോദിച്ചാൽ, 3 വിരുന്നുകാർ വന്നപ്പോൾ 2 ഗ്ലാസ്സേ വീട്ടിലുള്ളൂ, 1 ഗ്ലാസ് തരോ എന്ന് ചോദിച്ചപ്പോ അതുപോലും കൊടുക്കാത്ത ഈ അള്ളാഹുവിന്റെ പടപ്പുകളുടെ വ്യതയിലും വേദനയിലും പങ്കാളിയാകാനുള്ള വിശാലമായ ഖുശൂഉള്ള മനസ്സില്ലാത്ത അള്ളാഹുവിന്റെ പടപ്പുകളെ അള്ളാന്റെ പടപ്പുകളാണെന്ന നിലക്ക് നോക്കിക്കാണാനുള്ള വിശാല മനസ്കതയില്ലാത്ത ആന ലുബ്ധനാണ് അവനെന്ന് പരിശുദ്ധ ഖുർആൻ.
നിങ്ങൾ നോക്കൂ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന ചരു. വല്ലദീന അളാഉ സ്വലാത്ത വത്തബഉ ശഹവാത്തി. ഓ, വല്ലാത്തായത്. വല്ലദീന അളാഉ സ്വലാത്ത, നിസ്കരിച്ചു പക്ഷേ പാഴാക്കി, സ്ഥാനത്ത് കൊണ്ടില്ല. അതുകൊണ്ട് അവനെ നന്നാക്കാൻ പറ്റിയില്ല. ആൾക്കാർക്ക് നല്ല കോള, ഓൻ 5 വക്ത് നിക്കരിച്ചോനാണ്. പെരയിലും നല്ല മട്ട, 5 വക്തും നിക്കരിച്ചും ജുമാക്കും പോകും, സുന്നത്തും നിക്കരിച്ചും. ആൾക്കാർക്കും നല്ല കോള, നാട്ടുകാർക്കും നല്ല കോള, ഭാര്യക്കും നല്ല തീർപ്പുതിയ, ഭർത്താവിനും നല്ല സ്നേഹ. പക്ഷേ ഈ നിസ്കരിച്ച നിസ്കാരം പടച്ചോന് വേണ്ടിയായിരുന്നോ? ആ പടച്ചോന് വേണ്ടിയുള്ള നിസ്കാരത്തെ പറ്റി പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരുടെ നിസ്കാരത്തിൽ ഊളിയിട്ടിറങ്ങി ഭക്തി പുരസ്സരം നിസ്കരിച്ചവരാണവർ. ഇവരോ അൻ സ്വലാത്തിഹിം, നിസ്കാരം ഒരു വൈക്ക് ഓലൊരു വൈക്ക്. നിസ്കാരത്തിന്റെ വൈക്ക് ഇങ്ങനെ നടക്കുന്നു. അവരെ മനസ്സോ ചിന്തയോ ആത്മാവോ ഒന്നും കൂടെയില്ല. ആരാണിത്? എപ്പോഴാണിത് സംഭവിക്കുന്നത്? തോന്നിയതൊക്കെ ചെയ്തു, പോച്ചതൊക്കെ കാട്ടി, ഇഷ്ടങ്ങളൊക്കെ അനുഭവിച്ചു, പൂതികളൊക്കെ കഴിച്ചു. ഇവരാണ് നിസ്കാരത്തെ പാഴാക്കി കളഞ്ഞവർ. വൈലെന്ന ചെരുവിന് അവർ പ്രാപ്തരാക്കിയവർ. ഇവര് വയ്യെന്ന നരകത്തെ കണ്ടെത്തിക്കും. സ്വഹാബത്തിന്റെ ചോദ്യം, എന്താണ് വയ്യും? അതിനവര് കൊടുത്ത മറുപടിയും വൈലിന് കൊടുത്തതേ മറുപടിയാണ്. അഥവാ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നിസ്കാരത്തിൽ എന്തുകൊണ്ട് ഖുശൂ ഇല്ല? നിസ്കാരത്തിൽ എന്തുകൊണ്ട് ഭക്തിയില്ല? നിസ്കാരത്തിൽ എന്തുകൊണ്ട് ഒരു നനവ് കിട്ടുന്നില്ല? അത് നാം പോച്ചതൊക്കെ ചെയ്ത് നടന്നു. കണ്ണു മലിനമാക്കി, ഗുഹ്യസ്ഥാനം മലിനമായി, നമ്മുടെ കൈ മലിനമായി, കാത് മലിനമായി, നാക്ക് മലിനമായി. പോച്ചതൊക്കെ ചെയ്തു. ഷഹവാത്തിന്റെ പൂതികളുടെ, മുതല്ലിമീങ്ങളെ പച്ച മലയാളം അങ്ങനെയാണ്, പൂതികളുടെ ഉപാസകനായി, പൂതികളെ അന്ധമായി അനുകരിച്ചു, പൂതികളൊക്കെ നടപ്പാക്കി. എന്തേ തോന്നിയതൊക്കെ ചെയ്യ. നേരാവുമ്പോ നിക്കരിച്ച നടക്കൂല, ഇത് നടക്കൂല. അവര് ഒയ്യെന്ന നരകത്തെ കണ്ടെത്തിക്കും. അവര് നാളെ പരലോകത്ത് ഒയ്യെന്ന നരകത്തിലാണ്. ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് നന്നായി ആലോചിച്ചിട്ട് നമ്മൾക്ക് ഓതാം. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. അമലുകൾ ഒട്ടുവളരെ ചെയ്തിട്ടുണ്ട്, പക്ഷേ പരാജയപ്പെട്ടു പോയി. അവരെ പറ്റി നമ്മളൊന്ന് പറഞ്ഞു തരട്ടെയോ? അല്ലാഹ് ചോദിക്കുകയാണ് ലോകരോട്. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ദുന്യവിയായ ജീവിതത്തിൽ ഒട്ടുവളരെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒക്കെ ട്രാക്കു തെറ്റിപ്പോയി, പാളം തെറ്റിപ്പോയി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവര് വിചാരിച്ചു പോയത് നമ്മളൊക്കെ കഴിച്ചിലാകാൻ മാത്രം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലൊക്കെ ഉടായിപ്പ് പറ്റിയെങ്കിലും അല്ല കരുണാവാരിധിയുമല്ലേ. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അതിനപ്പുറത്ത് ഇന്ന ബത്ശ റബ്ബിക ലശദീദ് എന്നതുണ്ട് എന്നത് ഓർക്കാതെ പോയോ? പടച്ചവന്റെ പിടുത്തം കഠിന കഠോരമാണ്. പടച്ചവന്റെ പിടുത്തം കഠിന കഠോരമാണ്. ഇന്ന അദാബഹു, അള്ളാഹുവിന്റെ ശിക്ഷ കഠിന കഠോരമാണ്. അതും അതിന്റെ കൂടെ പറഞ്ഞു വെച്ചത് നമ്മൾ മറന്നുപോയോ? നമ്മൾക്ക് അള്ളാഹുവിന്റെ പുറത്തു തരലിൽ വല്ലാത്ത ആശയാണ്, വല്ലാത്ത പ്രതീക്ഷയാണ്. എന്നാൽ അതിനാവശ്യമുള്ളതിലേക്കൊന്നും നമ്മൾ നീങ്ങുന്നില്ല. മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആശിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. ഇതുവരെ പറ്റിപ്പോയ തെറ്റുകൾ മുഴുവനും നിർത്തിവെച്ച് അതിന്റെ പിണ്ടം കടലിലെറിഞ്ഞ് നമ്മൾ ജീവിതം ഫസ്റ്റിൽ നിന്ന് തുടങ്ങണം, ഒന്നിൽ നിന്ന് തുടങ്ങണം. അതിനാണ് ഈ സഭ, അതിനാണ് ഈ ശബ്ദം, അതിനാണ് ഖാദി എന്നെ ഏൽപ്പിച്ചു പോയിട്ടുള്ളത്. അങ്ങനെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണം.
ഇല്ലിയീൻ ലോകത്തിലൂടെ ഇല്ലിയീൻ ലോകത്തേക്കല്ലേ ഈമാൻ കിട്ടിയ ആത്മാവുകൾ പോകുന്നത്. വാനലോകത്തെ പരകോടി 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 മലായിക്കത്തുകൾ ഇല്ലിയീൻ ലോകത്തേക്കൊരു ആത്മാവ്, ഈമാൻ കിട്ടിയ ഒരാത്മാവ് കേറിപ്പോകുന്നത് കണ്ടാൽ പരകോടി മലക്കുകൾ പറയുമ്പോൾ എങ്ങനെയാവോ അയാൾ കഴിച്ചിലായത്? ഓ, ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ മലായിക്കത്ത് പങ്കുവെക്കുന്നു. എങ്ങനെയാവോ അയാൾ കഴിച്ചിലായത്? ഒരു ലോകത്ത് എത്ര 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 കോടി ജനങ്ങൾ, എത്ര ലക്ഷം ജനങ്ങൾ ഒരു ദിവസം മരിച്ചു വീഴുന്നു. അങ്ങകലെ ഫലസ്തീനിന്റെ മണ്ണിൽ പിടഞ്ഞു മരിക്കുന്നവർ എത്രയാണ്? ആക്സിഡന്റിൽ മരിക്കുന്നവർ എത്രയാണ്? കടക്കപ്പായിൽ കടന്ന് മരിക്കുന്നവർ എത്രയാണ്? ഈ ലക്ഷക്കണക്കായ ആളുകൾ മരിച്ചു വീണിട്ട് മലക്കുകൾ എപ്പോഴെങ്കിലും പോകുന്ന ഒരാത്മാവിനെ നോക്കി ആശ്ചര്യപ്പെട്ടു പറയുമ്പോൾ എങ്ങനെയാവോ അയാൾ കഴിച്ചിലായി? മക്കളെ, വല്ലാത്ത ബേജാറാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതിന്റെ ഒരുപാട് അപ്പുറത്താണ് കാര്യം. നമ്മളെ കെട്ടിപ്പൊതിഞ്ഞ് ഒരു പള്ളി മെഹ്റാബിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുമ്പോ നമ്മൾക്ക് ഈമാൻ ഉണ്ടെങ്കിലല്ലേ നമ്മളെ മേൽ നിസ്കരിച്ചിട്ട് ഫലമുള്ളൂ. നമ്മൾ ഈമാനോടെ മരിച്ചു കൊടുത്തെങ്കിലല്ലേ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ചെല്ലുന്ന ദിക്റിനും സലാത്തിനും കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫലമുള്ളവരായി ജീവിക്കണം. നമ്മളെ പറ്റി നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ എത്ര തവണയാണ് നരകത്തെ പറ്റി കേട്ടത്? ഖുർആൻ മറിച്ചു നോക്കിയാൽ നരകത്തിനെ പറ്റി എത്ര സ്ഥലത്താ പറഞ്ഞിട്ടുള്ളത്? കുല്ലമാ നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. നരകത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞ ആയിരക്കണക്കായ ആയത്തുകൾ ഉണ്ടല്ലോ. ഈ ആയത്തുകൾ ഒന്നിൽ പോലും നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് തെളിയുന്ന ഒരു രംഗമുണ്ട്. അതേതാ? നാവിൻ തുമ്പിൽ നരകം വിശ്വസിച്ചിട്ടുണ്ട്, നാവിൻ തുമ്പിൽ നരകത്തിലെ ശിക്ഷ വിശ്വസിച്ചിട്ടുണ്ട്, നാവിൻ തുമ്പിൽ ഖബറിലെ ശിക്ഷ വിശ്വസിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആ വിശ്വാസം നമ്മുടെ ഖൽബിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു ഹോട്ടൽ എടുത്തു, അല്ല നമ്മളൊരു ഹോട്ടൽ എടുത്തു. ആ ഹോട്ടലിന്റെ റിസപ്ഷനിൽ വെച്ച് നമ്മൾ ചാവി കൈമാറി. 5 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ റൂം വാടക. കാരണം ആരും തൊടാത്ത ഒരു കന്യകയായ പെണ്ണാണ് അവിടെ 108ാമത്തെ റൂമിലുള്ളത്. ഇവൻ ചാവി വാങ്ങി 5 ലക്ഷം രൂപ ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് അവൻ മുകളിലോട്ട് സന്തോഷത്തോടാടി. അവൻ കേറിപ്പോയപ്പോൾ അവൻ കണ്ടു ഒരു തീത്തൂൺ, ഒരു തീ ജ്വലിച്ചു നിൽക്കുന്ന തൂൺ ആ ഹോട്ടലിൽ. ഇവൻ വെറുതെ ഒന്ന് ചോദിച്ചു, എന്താ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തൂൺ? ഓ, അത് പറയാൻ വിട്ടുപോയതാണ്. നാളെ നീ നിന്റെ ദൗത്യം നിർവഹിച്ച് സുഖലോലുപത അനുഭവിച്ച് നീ തിരിച്ചു വരുമ്പോൾ നിന്നെ ഈ തീത്തൂണിൽ 1 സെക്കൻഡ് സമയം ഒന്ന് പിടിച്ചു കെട്ടും. 5 ലക്ഷം അവന് പുല്ലാണ് അവന്റെ സന്തോഷത്തിൽ. അവന് എല്ലാം ഭസ്മമാണ് അവന് കിട്ടാൻ പോകുന്ന സന്തോഷത്തിന്റെ മുമ്പിൽ. പക്ഷേ ആ സന്തോഷങ്ങളൊക്കെ നിലനിൽക്കയും നാളെ രാവിലെ നിന്റെ സുഖലോലുപത കഴിഞ്ഞ് നിന്റെ മധുവിധുവ ആഘോഷിച്ച് നീ തിരിച്ചിറങ്ങുമ്പോൾ 1 സെക്കൻഡ് സമയം ഈ തൂണിൽ നിന്നെ ഒന്ന് പിടിച്ചു കെട്ടും എന്ന് പറഞ്ഞപ്പോൾ അവൻ 5 ലക്ഷം രൂപയും ചാവിയും മുഖത്തേക്കെറിഞ്ഞിട്ട് ഇറങ്ങി ഓടിയിട്ടില്ലേ? ഓടുകയില്ലേ? ആരാണ് 1 സെക്കൻഡല്ലേ എന്ന് ചിന്തിച്ച് ആ തീത്തൂണിനെ അനുഭവിക്കാൻ മനസ്സ് കാണിച്ച് ഒരു രാത്രി ആസ്വദിക്കുന്നവർ ആരുമില്ല. സെക്യൂരിറ്റി ഉണ്ട്, പട്ടാളമുണ്ട്, പോലീസുണ്ട്, സംവിധാനങ്ങളുണ്ട്, നടപ്പാക്കും മാനേജ്മെന്റ്. എങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകളെപ്പറ്റി, കുറ്റങ്ങളെപ്പറ്റി നരകം സ്പർശിച്ചു പറയാത്ത സ്ഥലം എവിടെ? പടച്ചവൻ തന്നെ ചോദിക്കുന്നു, ഇത്രയൊക്കെ പറഞ്ഞിട്ടും, ഇത്രയൊക്കെ നരകത്തെ പറ്റി പറഞ്ഞിട്ടും ഫമാ അസ്ബറഹും അലന്നാർ, നരകത്തിന്റെ മേലിൽ ക്ഷമിക്കാനുള്ള കഴിവ് അപാരമേ.
അല്ലാഹ് ഐശ്വര്യത്തിന്റെ പദം ഉപയോഗിച്ച് പറഞ്ഞത് നമ്മെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ്. അള്ളാഹ്ക്ക് ഉള്ളത് കൊണ്ടല്ല. ഇത്രയൊക്കെ നരകത്തെ പറ്റി പറഞ്ഞിട്ടും പിന്നീടും നരകത്തിൽ പോകാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരുടെ നരകത്തിന്റെ മേലിൽ ക്ഷമിക്കാനുള്ള കഴിവ് അപാരമേ. അറ്റമില്ലാത്ത കാലം നരകത്തിൽ കടന്ന് വെന്തുരുകും മക്കളെ. ഈമാനില്ലാതെ മരിച്ചുപോയാൽ, ഈമാനില്ലാതെ മരിച്ചു പോകുന്നതിന്റെ ആദ്യ കാരണം, മൂലകാരണം, മുഖ്യമായ കാരണം തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാത്ത ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ചെയ്ത തെറ്റ് പടച്ചവനോട്, മുത്തുനബിയോട് കണ്ണു കലക്കണം, തൗബ ചെയ്യണം. അല്ലാ പറ്റിപ്പോയല്ലോ, തൗബ. ഇനി ചെയ്യൂല, തൗബ. വല്ലാത്ത സങ്കടം, തൗബ. ശിഷ്ടകാല ജീവിതം നീ ഒന്ന് പടച്ചവനെ പേടിച്ച്, നീ ഒന്ന് ദൃഷ്ടി തെറ്റിച്ച്, നീ ഒന്ന് ഈമ വെട്ടിച്ച്, നീ ഒന്ന് കണ്ണടച്ച്, നീ നിന്റെ അവയവങ്ങളൊന്ന് മൂടി വെച്ച്, ഒന്നടക്കി വെച്ച് നീ ഒന്ന് ജീവിക്കാൻ തയ്യാറാവണം. തെറ്റ് ചെയ്തു പോയ ഞാനും തയ്യാറാവണം. എന്നാൽ നമ്മൾക്ക് കലിമ ചൊല്ലി മരിക്കാം. അതല്ലെങ്കിൽ നമ്മളൊക്കെ കടക്കുന്നത് ഇന്നല്ലദീന കഫറുവിന്റെ ബൗണ്ടറിയിലാണ്. ഉലദാലിക ജസാഉഹും ജഹന്നം. ഈ ആയത്തുകൾ എത്ര പറഞ്ഞു ഞാൻ, ഈ നരകത്തെ പറ്റി എത്ര പറഞ്ഞു ഞാൻ, ഈ സ്വർഗത്തെ എത്ര പ്രമോഷൻ ചെയ്തു ഞാൻ, ഈ സ്വർഗത്തെ പറ്റി പറഞ്ഞ് എത്ര പ്രമോട്ട് ചെയ്തു ഞാൻ, എത്ര ഉത്സാഹിപ്പിച്ചു ഞാൻ. ഇതൊന്നും പറഞ്ഞിട്ട് മുഖവിലക്ക് എടുത്തില്ലല്ലോ. ദാലിക ജസാഉഹും ജഹന്നം. അവരുടെ പ്രതിഫലം ജഹന്നം എന്ന നരകമാണ്. എന്തേ കാര്യം? ബിമാ കഫറു. ഇതൊന്നും പറഞ്ഞിട്ട് ഉൾക്കൊണ്ടില്ലല്ലോ. ഉലൈകല്ലദീന കഫറു ബിമാ കഫറു. അവരവരുടെ അമലുകൾ പൊളിഞ്ഞുപോയി, അവരുടെ അമലുകൾ പൊളിഞ്ഞുപോയി. വലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. അണ്ണുമണ്ണി തൂക്കം, തൂങ്ങാൻ, തുലാസിൽ തൂങ്ങാൻ ഇല്ലവർക്ക്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. എന്നാൽ സ്വർഗ്ഗക്കൊട്ടാരം വിരുന്നായി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ച് തെറ്റു ചെയ്യാതെ ജീവിച്ച്, മുത്തുനബിയിൽ വിശ്വസിച്ച് തെറ്റ് ചെയ്യാതെ ജീവിച്ച്, സൽക്കർമ്മങ്ങളുടെ ഉപാസകരായി ഖുശൂഓടെ നിസ്കരിച്ച്, പൊന്തം വിടാതെ നിസ്കരിച്ച് നിങ്ങളൊന്ന് റൂട്ടിൽ കയറിയാൽ, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, അല്ലാഹനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷയുണ്ടോ, അല്ലാഹനെ കാണണമെന്ന് പൂതിയുണ്ടോ, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. സൽക്കർമ്മങ്ങൾ ചെയ്തോട്ടെ. എപ്പോഴാ ചെയ്തത് സൽക്കർമ്മമാണെന്ന് ബോധിക്കുക. തിന്മകൾ ചെയ്യാതെ സൽക്കർമ്മം ചെയ്യുമ്പോ, ചെയ്ത തെറ്റുകൾ നിർത്തിവെച്ച് സൽക്കർമ്മം തുടങ്ങുമ്പോ, ഇനി മരിക്കുന്നത് വരെ ആ ജീവിതം തുടരുമ്പോ, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഒരാളെയും പോപ്പിക്കാനല്ല, ആളാകാനല്ല, പേരിനല്ല, പെരുമക്കല്ല, പ്രശസ്തിക്കല്ല, ചീത്തപ്പേരൊഴിഞ്ഞു പോകാനല്ല, പടച്ച തമ്പുരാന് വേണ്ടി മാത്രം അമല് ചെയ്തടാ, കഴിച്ചിലാകാ. ഇത് പറഞ്ഞാണ് ഇന്നലെ തൽക്കഹും നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഈ നിലക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ സമസരപ്പെടുത്തി ജീവിക്കണമെന്ന് എൻ്റെ ശരീരത്തോടും നിങ്ങളോടും വസിയത്ത് തേടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.